ഇതേപോലെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാത്ത ഒന്ന് അതിനോട് ചേർത്ത് ചൊല്ലാൻ. അതേതാ? വാങ്ക് നമ്മൾ കേട്ടില്ല. ശരി, അടുത്തത് ഇനി നിസ്കരിച്ചതിന് വേണ്ടി ഇഖാമത്താണ്. വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരായത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ബഹുമാനം എന്താണ്? അത് റഈസു ആയിൽ ഖുർആൻ. ഖുർആൻ ആയത്തുകളുടെ പ്രസിഡന്റ് എന്നാണ് ആയത്തുൽ കുർസിയുടെ പദവി. ഖുർആനിൽ ആയത്തുൽ കുർസിയുടെ പദവി എന്താണ്? ഖുർആൻ ആയത്തുകളുടെ പ്രസിഡന്റ്. അതാ. അപ്പോ റഈസു ആയിൽ ഖുർആൻ. ഈ ആയത്തുൽ കുർസി 5 നിസ്കാരങ്ങൾക്ക് ശേഷവും 5 വാങ്ക് ഇഖാമത്തുകൾക്കിടയിലും ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കുന്നോ അവന് സ്വർഗത്തിലെത്താൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല എന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞ അത്ര പ്രധാനപ്പെട്ട പ്രതിഫലമാണ്. അപ്പൊ നമ്മൾ സുബഹിന്റെ ഒതു എടുത്തു വന്ന് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, ആ പ്രാർത്ഥനയും ഒരു ആയത്തുൽ കുർസി. നമ്മളൊരു ദിവസത്തിന്റെ തുടക്കം എന്തൊരു ബർക്കത്തായി. ശരി, വീട്ടിൽ റൂമിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ നല്ലതാണ്. വീടായാലും ശരി, അതുപോലെ തന്നെ താമസിക്കുന്ന റൂമായാലും കോളേജായാലും എവിടെ ഹോസ്റ്റലായാലും എവിടെയായാലും എന്തിന് നമ്മുടെ മലക്കുകൾക്കൊന്ന് കയറി ഇറങ്ങാൻ ഒരവസരം സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഉടനെ അടുത്ത് സുബ്ഹി എന്ന നിസ്കാരം എന്തു തന്നെ ആയാലും അത് ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഒരു പ്രത്യേക താല്പര്യം. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഒരു പ്രത്യേക താല്പര്യം, ഒരു പ്രതിജ്ഞ, ഒരു മാനസിക തീരുമാനം നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് നമ്മൾ ഇനി വീട്ടിൽ നിന്ന്, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങി പള്ളിയിലേക്ക് പോവുക. പള്ളിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഉദാഹരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിന്റെ ഇടത്തെ കാല് നരകത്തിൽ നിന്ന് ദൂരെയാക്കുക, നിന്റെ വലത്തെ കാല് സ്വർഗത്തിലേക്ക് അയക്കുക. എല്ലാ ദിവസവും നമ്മൾ നരകത്തിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു നടന്നാണ്. രാവിലെ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലേ? അല്ലാഹ്, 90 വയസ്സായ കാക്കാരോട് ഡോക്ടർ പറഞ്ഞു നടക്കണം, മൂപ്പര് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് നടക്കാതിരിക്കില്ല. കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഒരു ദിവസം ഹയാത്ത് കിട്ടണം തന്നെ അല്ലേ? ഒരു ദിവസം അതല്ലേ പടച്ചറപ്പ്. വല്ലാതെ തടി കൂടിയ കാക്കണ്ടേ നമ്മൾ. ആള് തടി കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി, ഇയാൾക്ക് കുറയാനാണ്. ഡോക്ടറോട് പറഞ്ഞ, സാറേ തീരെ സുഖമില്ല. എന്ത് പറ്റി? അത് നിങ്ങളെ ശരീരത്തിന്റെ കനം കൂടിപ്പോയതാണ്. നിങ്ങളെ കാലുകൾക്ക് ശരീരത്തിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, അതാണ് കുഴപ്പം. ഇതിനെന്ത് ചെയ്യണം സാറേ? ഒന്നുമില്ല, ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചാൽ മതി. ഓ, എന്താ വേണ്ടത്? അതെ, ഭക്ഷണം ഞാൻ പറഞ്ഞു, ഭക്ഷണം ഒന്ന് ക്ലിയർ ആക്കുക, ഒന്ന് ക്രമീകരിക്കുക. എന്തെങ്ങനെ? അതെ, ഉച്ചക്ക് 2 ചപ്പാത്തി, രാത്രി 2 ചപ്പാത്തി. അപ്പൊ ഇയാൾ ഉടനെ ചോദിച്ചു, അതിപ്പോ സാധാരണ ഭക്ഷണത്തിന്റെ മുമ്പോ അതോ ശേഷമോ? ഞാൻ ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കണ്ട, അതൊക്കെ അമ്മാമാന്റെ ഇരിക്കണം. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാവിലെ തൊട്ടടുത്ത പള്ളിയിലേക്കുള്ള ഒരു ജമാഅത്ത്. ഇനി ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറെ കുട്ടികൾ, അവർക്ക് തൊട്ടടുത്ത് പള്ളിയില്ല, ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ റൂം ഒരു നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു മക്കൾ, അവരൊക്കെ ഒരു ജമാഅത്തിന് ചെറുതായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ അവരെ വിളിക്കാൻ അങ്ങോട്ട് വിളിച്ചു. ഏതായാലും സുബഹി നിസ്കാരത്തിന് വേണ്ടി ഒരു 10 അടി ഒരു നടന്നു. അപ്പൊ നമ്മൾ നരകത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകന്നു, സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ അടുത്തു. അതെങ്ങനെ? അതാ നരകത്തിൽ നമ്മൾ ഈ നടത്തം കൊണ്ട് നരകത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകന്നു, സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ അടുത്തു. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, തിന്മയെ 1 തിന്മയായി, നന്മയെ 10 നന്മയായി അല്ലാഹു എഴുതി.
തിന്മയെ ഒരു തിന്മയായി, നന്മയെ 10 നന്മയായും അല്ലാഹു വർദ്ധിക്കും. അപ്പൊ നമ്മൾ നന്മയിലേക്ക് സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ, നരകത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകന്നു. രാവിലെ തന്നെ എന്നിട്ട് നല്ലൊരു സുബഹി നിസ്കാരം, അൽഹംദുലില്ലാഹ്, ആ സുബഹി നിസ്കാരത്തിൽ സംബന്ധിക്കുന്നതോടുകൂടെ ആ റുക്ഊഉം സുജൂദും വിഷയങ്ങളും എല്ലാ അവയവങ്ങളും ശരീരത്തിൽ എന്തെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ടോ ഇതെല്ലാം പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഇബാദത്താണ് സുജൂദ്. അഖറബുമായ യഖൂനുൽ അബ്ദു ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവൻ സുജൂദിൽ കിടക്കുന്ന സമയം ആണ്. ആ സുജൂദിൽ അവൻ പലപ്പോഴും നമ്മൾ അതിന്റെ ഒക്കെ നിസ്കാരത്തിന്റെ ഒക്കെ ഒരു പ്രാധാന്യം, ഒറ്റ കാര്യം പറയട്ടെ, നമ്മൾ പ്രാധാന്യം ഓർക്കുന്നില്ല എന്നുള്ളത്. ഒരു സുജൂദിലേക്ക് പോയി, സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടാമത് ഇങ്ങോട്ട് വന്നു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വീണ്ടും സുജൂദിലേക്ക് പോകാൻ, അല്ലെ? അല്ലാഹു നമ്മളോട് ഏറ്റവും സന്തോഷിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആ സന്തോഷത്തിന്റെ സമയത്ത് നിന്റെ ആവശ്യം എന്താണെങ്കിൽ അത് പെട്ടെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങി. ഒരു സുജൂദിലേക്ക് പോയപ്പോൾ അല്ലാഹുവിന് ഏറ്റവും സന്തോഷം. രണ്ടാമത്തെ സുജൂദിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക, അതാണ് ഇടയിലെ ഇരുത്തം, അല്ലെ? ഈ ഇടയിലെ ഇരുത്തത്തിൽ നിസ്കാരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു സമയം ഉണ്ടോ? അത് 2 സുജൂദിന്റെ ഇടയ്ക്കുള്ള സമയമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഒരു അവസരം അല്ലാഹു നിസ്കാരത്തിൽ വെച്ചിട്ടുണ്ടോ? അത് ഈ 2 സുജൂദിനടക്കുള്ള സമയം. എന്താ പ്രാർത്ഥന? റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ 7 ആവശ്യങ്ങൾ സുബ്ഹാനല്ലാഹ്, ഇത് ഓരോന്നും ഒരു സിം കാർഡാണ്. റബ്ബിഗ്ഫിർലി അതങ്ങ് തുറന്നു നോക്കണ്ട, എന്തെല്ലാം ആണ് അതിൽ. വർഹംനി അതങ്ങ് തുറന്നു നോക്കണ്ട, എത്രയാണ് ഇതിന്റെ വിശാലത. യാ റബ്ബ്. പക്ഷേ നമ്മൾ ആരെങ്കിലും അത് ഓർക്കാറുണ്ട്? നമ്മൾ അങ്ങോട്ടൊരു പോക്കും കിട്ടും. ഞാൻ പറയുന്നത് എല്ലാ സമയവും ഒരുപോലെ എന്നല്ല. ചിലപ്പോ നമുക്ക് തിരക്ക് പിടിച്ച് നമ്മളെ ബസ് വരാനായിട്ടുണ്ട്, നിസ്കാരം കള ആകാനുമായിട്ടുണ്ട്, നമ്മൾ വളരെ പെട്ടെന്ന് ഈ പള്ളിയിൽ കയറി നിസ്കരിച്ച് ഉടനെ പോകണം. അപ്പൊ നമ്മളിങ്ങനെ എന്നൊക്കെ നോക്കിയിട്ട് ടൈമും സംഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് അതൊക്കെ ക്രമീകരിക്കണ്ട എന്നാണ്. ചിലപ്പോ നമ്മൾ എന്താ വേണ്ടി വരും? ചിലപ്പോ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു യാത്രയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകും, വളരെ പെട്ടെന്ന് ബസ് വരുന്നോട് സമയം പോവുകയും ചെയ്തു. എന്നാൽ എന്താണ്? ഇതൊന്നും പരിഗണിക്കാതെ വളരെ പെട്ടെന്ന് ഒരു ഒന്നു കൊടുത്തു. അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലദ്ദാലീൻ. വേണ്ടി വരും, ചില സമയത്ത് അത് വേണ്ടി വരും. അത് വേറെ ഒരു, അതിനെ പറ്റി ഇളവ് എന്നാണ്. ജീവിതകാലം മുഴുവനും ഇളവിന് നിൽക്കണം. നിയമം വേറെ, ഇളവ് വേറെ. നിയമം വേറെ, ഇളവ് അനുവദിക്കുന്നത് അവശ്യ സർവീസാണ്, ഇല്ലേ? അത് ഭയങ്കര ബന്ദ്, ഹർത്താൽ, ആന ചേനയൊക്കെ ഉണ്ടാകുമ്പോഴും പാല്, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, എയർപോർട്ടൊക്കെ ഒഴിവാണെന്ന് പറഞ്ഞു. അത് ഇളവാണ്, മനസ്സിലായോ? ഇളവ് എപ്പോഴും എടുക്കാൻ പറ്റില്ല. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നിസ്കാരത്തിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം. അപ്പൊ ആ സുബഹി നിസ്കാരത്തിൽ മറ്റൊരു പ്രത്യേക പ്രാർത്ഥന കൂടിയാണ്. അതേതാ? രണ്ടാമത്തെ റക്അത്തിലെ ഖുനൂത്ത്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വആഫിനാ ഫീമൻ ആഫൈത. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, ഇത്തരം വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളുടെ ഒരു ചുരുക്ക അർത്ഥം, വിശാലമായത് കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ അർത്ഥം നിങ്ങളൊക്കെ പഠിച്ചിരിക്കണം. ഒരു ചെറിയ, അതിൽ ആ ചെറിയ അർത്ഥം നിങ്ങൾ പഠിക്കേണ്ടതിൽപ്പെട്ടതാണ് വജ്ജഹത്തുവിന്റെ അർത്ഥം എന്താണ്, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം എന്താണ്. അതേപോലെ തന്നെ ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂന മുതൽ താഴോട്ടുള്ള ഒരു 10 സൂറത്ത്, ആ 10 സൂറത്തുകളുടെ ഒരു സാരാംശം ചെറുതായിട്ട് എന്താണ്, നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ, നിസ്കാരത്തിലുള്ള ദിക്റുകൾ, അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്, അതൊന്ന് പഠിക്കാം. ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ വരുന്ന നമ്മൾ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ദിക്റുകളുടെ ഒരു രുചി വർദ്ധിക്കാൻ നമുക്കത് വളരെ ആവശ്യമാണ്. നിസ്കാരത്തിലെ നിസ്കാരത്തിലുള്ള ഈ പ്രധാനപ്പെട്ട അതിന്റെ ഒക്കെ ഒരു അർത്ഥം ഒരു ഏകദേശ രീതിയിൽ നമ്മുടെ മനസ്സിലുണ്ടാകും. എന്താണ് അത്തഹിയ്യാത്ത്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 2 സുജൂദിന്റെ ഇടയ്ക്കുള്ള ഈ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ
ഒരു സമയം കിട്ടി എന്നൊക്കെ നിസ്കരിക്കുമ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ സുബഹി നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നടത്തത്തിലോ ഇരുത്തത്തിലോ കിടത്തത്തിലോ എങ്ങനെയായാലും ഒരല്പം ഖുർആൻ. ഞാൻ പറയുന്നത് ഒരു വർഷം തികയുമ്പോൾ ഒരു സത്യവിശ്വാസികളെ നാവ് കൊണ്ട് ഉച്ചരിച്ച ദിക്റുകൾ 6,55,000 ആണ്. 6,55,000 ദിക്ർ ഒരു സത്യവിശ്വാസിയുടെ ഒരു വർഷത്തെ ജീവിതം തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞത് വലഭാഗത്തെ റെക്കോർഡിൽ ഉണ്ടായേ പറ്റും. നമസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ, നമ്മൾ ബിസ്മില്ലാഹ് അഊദു ബില്ലാഹ് സ്വല്ലല്ലാഹ് ഇങ്ങനെ ഒരു ദിവസം ചൊല്ലി തീർക്കാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റുകളുടെ ഒരു ടോട്ടൽ വളരെ പ്രധാനപ്പെട്ടത് എടുത്തിട്ട് നമ്മൾ ഒരു ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വർഷം ഒരു സത്യവിശ്വാസി കഴിയുമ്പോൾ 6,55,000 ദിക്റുകൾ അവന്റെ വലഭാഗത്തെ റെക്കോർഡിൽ വന്നിരിക്കും. നാളെ മഹ്ശറാമുറ്റത്ത് നമ്മുടെ റെക്കോർഡ് കയ്യിൽ തന്നിട്ട് ഇഖ്റ കിതാബക, നിന്റെ റെക്കോർഡ് നീ വായിക്കുക, നിന്റെ ഫയൽ നീ പരിശോധിക്കുക, നിന്റെ ഫയൽ നീ വായിക്കുക എന്ന് അല്ലാഹു തആല പറയുമ്പോൾ രാവിലെ തുടക്കം. എന്താ തുടക്കം? അൽഹംദുലില്ലാഹ്. ഇനി അങ്ങോട്ടുള്ള ഓരോന്നിലും ഏതുണ്ട്? ബിസ്മില്ലാഹ് അഊദു ബില്ലാഹ് സ്വല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ അല്ലാഹ് 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 അല്ലാഹ്. അപ്പൊ മഹ്ശറാമുറ്റത്ത് നമ്മൾ റെക്കോർഡ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആ വായന കേട്ടിട്ട് അല്ലാഹുവിന് എന്തൊരു സന്തോഷം, ആ വായന കേട്ടിട്ട് റസൂലുള്ളാഹിക്ക് എന്ത് സന്തോഷം, ആ വായന കേൾക്കുന്ന മലക്കുകൾക്ക് എന്ത് സന്തോഷം, ആ വായിക്കുന്ന നമുക്ക് എന്തൊരു ആശ്വാസം. ഇതാണ് നമ്മുടെ ജീവിതം. ഒരൽപ്പം ഖുർആൻ ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ ഖബറിലും മറ്റന്നാ മഹ്ശറിലും അല്ലാഹ് വേണ്ടുക വെച്ച എവിടെയും നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെളിച്ചം അത് ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിനെ ഒളുവോടുകൂടെ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്ക്. ഇത് നമ്മൾ ചെയ്യണം. നിങ്ങൾ ടൈം ഒരു ദിവസത്തിന് നമ്മൾ ടൈം കണക്കാക്കുമ്പോൾ ഒരു ഡസൻ കാര്യങ്ങളാണ് ഒരു ദിവസം. ഉദാഹരണത്തിന് നിങ്ങൾ തിട്ടപ്പെടുത്തുക ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഇബാദത്ത്. ആ ഇബാദത്തിൽ നിസ്കാരം അങ്ങനത്തെ കാര്യം. രണ്ട്, ഖുർആൻ പാരായണം. മൂന്ന്, ഒരൽപ്പം ദിക്റുകൾ. നാല്, നമ്മുടെ ദൈനംദിന പത്ര വാർത്ത അറിയൽ, വായിക്കൽ, കാണൽ, അങ്ങനെ തുടങ്ങി. അഞ്ച്, ഏതെങ്കിലും ഒരു വിഷയത്തെ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കൃത്യ ടൈം. അത് ഒരു പുസ്തകം വായിച്ചുകൊണ്ടാകാം, ഒരു CD കണ്ടുകൊണ്ടാകാം, അതല്ലെങ്കിൽ ഖുർആൻ ഓതാൻ അറിയാത്തവരാണ്. ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടാവും അല്ലേ? ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? മദ്രസയിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടി. പല സാഹചര്യങ്ങളും അല്ലേ മനുഷ്യന്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? 30 ജുസുള്ള ഖുർആൻ CD-യും കിട്ടും, ഓഡിയോ കാസറ്റും കിട്ടും, പിന്നെ എന്തെല്ലാം ഉള്ളത്? VCD, VDV, അങ്ങനെ കുറെ സംഗതി എല്ലാത്തിലും ഉണ്ട് 30 ജുസ് ഖുർആൻ. അത് വാങ്ങി നല്ല ഒരു മുസാഫ് വാങ്ങി. ചെറുപ്പത്തിൽ പഠിച്ചത് മറന്നോ? പേടിക്കണ്ട. ഈ CD പ്ലെയറിലുണ്ട്. മുസാഫ് നമ്മളെ കയ്യിലെടുത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് യാസീൻ ഇതിൽ ഓതി നമ്മൾ ഓതി. അതിന്റെ ഒപ്പം അങ്ങനെ ഒരു 4 പ്രാവശ്യം CD ഓതി നമ്മൾ ഓതി. എങ്കിൽ നമ്മുടെ യാസീൻ കൃത്യമായി ആ മദീനത്തെ ഇമാമിന്റെ ഓത്ത് പോലെ ഓതാൻ നമുക്ക് സാധിക്കും. നമ്മള് ഒരു കാര്യം ചെയ്യാം. ഞായറാഴ്ച ആയിക്കോട്ടെ ഖുർആൻ പഠിക്കാൻ, ശനിയാഴ്ച ആയിക്കോട്ടെ വേറൊരു വിഷയത്തിന്, തിങ്കളാഴ്ച ആവട്ടെ മറ്റൊരു വിഷയത്തിന്. അങ്ങനെ ഒരു അരമണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു പഠനത്തിന് വിനിയോഗിക്കും. അത് നമ്മൾ സ്വയം പഠിക്കുക. ഒരു പുസ്തകം വായിച്ചാകാം, ഒരു CD കണ്ടുകൊണ്ടാകാം, ഒരു വഅദ് കേട്ടുകൊണ്ടാകാം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഫാത്തിഹ, 7 ഫാത്തിഹയുടെ ആയത്തുകളും അതിന്റെ നല്ലൊരു വിശദീകരണം. എല്ലാം ഈ 2 CD-കളാണ്. 14 CD. അത് ആദ്യം കേട്ടു നോക്കുമ്പോൾ ഞാനത് അധികം കേട്ടില്ല. പക്ഷെ ഞാനത് വാങ്ങി എന്റെ ഭാര്യക്കും മക്കൾക്കും കേൾക്കാൻ വേണ്ടി കൊടുത്തു. ഒരു CD പ്ലെയർ. ഇപ്പോ എന്ന് വീട്ടിൽ എത്ര നേരം വേണ്ടി ചെന്നാലും ഭാര്യയുടെ വക ഒരു സംശയമാണ്. അവൾ ഈ CD കണ്ടു. അതിന്റെ ഫലം നമ്മൾ ആസ്വദിക്കുക.
അപ്പോ ഈ ഒന്നൊരു പുസ്തകം വായിക്കലാകാം, മറ്റൊന്ന് CD കാണലാകാം, എന്തുവാ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമയം നീക്കി വെക്കുന്ന ടോട്ടൽ ടൈമുകളിൽ ഒന്ന് ഇതുപോലത്തെ ഒരു പഠനത്തിൽ, അല്ലേ, പത്ര വായിക്കൽ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇല്ലേ. മനുഷ്യന്റേതായ പ്രാഥമിക ആവശ്യം നമ്മുടെ വിശ്രമമൊക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ, പിന്നെ നമ്മളെ കൃത്യമായ ജോലി അല്ലെങ്കിൽ കൃത്യമായ പഠനം, അതോടൊപ്പം നമ്മളൊരു സമയം ഏതിന് കാണണം, നമ്മുടെ കുടുംബകാര്യം. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താണ്, നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമുള്ള ആള് രോഗത്തിൽ കിടക്കുന്നുണ്ട്, അയാൾക്ക് നമ്മളോട് ഭയങ്കര വെറുപ്പാണ്, നമ്മൾ ഭയങ്കര ദീനിന്റെ ആളാണ്. എന്തുകൊണ്ട് നമ്മൾ ഇയാളെ രോഗം സന്ദർശിക്കാൻ പോകാറില്ല? നമ്മളെ കുടുംബത്തിൽ ഒരു പാവപ്പെട്ടവനുണ്ട്, അവരെ വീട്ടിൽ നമ്മൾ പോകാറില്ല. നമ്മൾ തൊട്ട അയൽവക്കത്തെ 4 വീട്ടിലെ വിവരങ്ങൾ നമുക്ക് അറിയില്ല. നിങ്ങൾ ദായി ആകണ്ട. നമ്മളെ വീടിന്റെ നേരെ ചുറ്റുഭാഗത്തുള്ള ഒരു 4 വീട്ടിൽ രോഗിയായി കിടക്കുന്ന ആളെ വിവരം നമുക്കറിയില്ല. അയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത വിവരം നമുക്കറിയില്ല. അയാളെ ആ രോഗത്തിന്റെ സ്ഥിതിഗതി നമുക്കറിയില്ല. അയാൾ പട്ടിണിയിലാണോ നമുക്കറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ നമ്മളാണെങ്കിലും ഭയങ്കര ദീനീ പ്രവർത്തനം. അപ്പോൾ നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരു ചെറിയ സമയം എന്തിന് ഇങ്ങനെയുള്ള സമ്പർക്കങ്ങൾ, കുടുംബം, അയൽവാസികൾ, കൂട്ടുകാർ, എങ്ങനെ ഏത് ദിവസമാണ് അതിന് നല്ലത്, ഞായറാവട്ടെ വെള്ളിയാവട്ടെ ഒഴിവനുസരിച്ച് അത് നമ്മുടെ റെക്കോർഡിൽ അതിനൊരു സമയം വേണം. നമ്മുടെ റെക്കോർഡിൽ അതിനൊരു സമയം ഉണ്ടായിരിക്കും. പിന്നെ അങ്ങനെ വരുമ്പോ നമ്മുടെ സാമൂഹ്യ ജീവിതം, ആ സമൂഹത്തോട്, അതിൽ നമ്മുടെ സംഘടനയെ കാണാം. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി ഈ സാര വായിക്കാം. അതേക്കോട്ടെ ഒരു ദിവസത്തെ സംഘടന വർക്ക്, നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു ദിവസം നമ്മുടെ നിസാര വായിക്കാനായിക്കോട്ടെ. വേറൊരു ദിവസം നമുക്ക് നമ്മുടെ സംഘടനയുടെ യൂണിറ്റ് മീറ്റിംഗ് ഏതാണെങ്കിൽ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ജോലി, കുടുംബം, ഇങ്ങനെ നിങ്ങൾക്ക് ഇനി പ്രത്യേകമായിട്ട് വരുന്ന വിഷയങ്ങൾ നോക്കിയിട്ട് ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ളത് 12 കാര്യങ്ങൾ. അതിൽ ഉറക്ക്, നിസ്കാരം, ഖുർആൻ പാരായണം, ഇങ്ങനെ അതിനൊരു ടൈം ടേബിൾ കൊടുത്തു. ചില പ്രവർത്തകരൊക്കെ പറയും ഒന്നിനും സമയമല്ല. എങ്ങനെ സമയം ഉണ്ടാകണത്? ഇരുന്നാടത്തെ ആരമാണ് ഒരാവശ്യമില്ലാതെ ഒരാവശ്യമില്ലാതെ ചില ആളുകൾ ടി വിക്ക് മുമ്പ് ഓനാണ്ട് ഇരുന്നാൽ ഞാൻ എല്ലാവരും കാണുന്നു, ഞാനൊന്ന് ടി വി. എന്റെ ശരീരത്തിൽ ഇല്ലാത്തതൊന്നും ആ കളിക്കണോലെ ശരീരത്തിലില്ല. എന്റെ ഭാര്യക്ക് ഇല്ലാത്തതൊന്നും അതിൽ കാണപ്പെടുന്നില്ല. പിന്നെന്ത്? അപ്പോഴാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചത്, പടച്ചോനെ, എന്റെ നാട്ടിൽ ആ ചുമരിലുണ്ട് നല്ല സിന്ധി പശുവിന്റെ ഒരു ഫോട്ടോ. എന്താ അതിന്റെ മൊലിയും തലിയും എന്താന്നറിയാ, ഒരു പുതിയാപ്പിളക്ക് കാണിച്ചു കൊടുത്താ ഫസ്റ്റ്. പക്ഷെ ഒറ്റ മൂരിയും അതിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല. എന്തുകൊണ്ട്? ഈ ബുദ്ധിയില്ലാത്ത മൂരിക്ക് വരെ അറിയാം വെറുതെ ഈ കടലാസ് നോക്കി നിന്നിട്ട് ഒരു കാര്യം. ഞമ്മളെ നല്ല 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 കുട്ടികൾ ഈ കടലാസിന് മുന്നിൽ, ഈ പോട്ടത്തിന് മുമ്പിൽ സമയമല്ല, ഒന്നും സമയം ഉണ്ടാകണമെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഭാര്യക്ക് അങ്ങനെ ഒരു വരാൻ. നിങ്ങൾക്ക് പിന്നെ അത് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവും. അവിടേക്ക് എത്തിയിട്ടില്ല. ഏതായാലും ഒക്കെ ഹൈറായതല്ലാതെ തരട്ടെ. അങ്ങനെ നമ്മൾ യോജിച്ചു പോവുകയാണ്. അപ്പൊ നമ്മള് കുഴപ്പത്തിന് വിജയല്ലല്ലോ. അപ്പോ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഭാര്യക്ക് ഒരു എന്നും സമയം, ഞാൻ സമയം നിശ്ചയിച്ചു കൊടുത്തു. ഇപ്പൊ നോക്കുമ്പോ സമയം ജാസ്തിയാണ്. ഇവർക്ക് ടൈം ടേബിൾ ഇല്ല. നമ്മൾ സമയം ചെലവഴിക്കുന്ന ടൈം ടേബിൾ ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, എന്നിട്ട് കുട്ടികൾക്ക് ഡ്രസ്, കുളിപ്പിക്കൽ, ഭക്ഷണം ഉണ്ടാക്കൽ, നിസ്കരിക്കൽ, അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ എല്ലാ ദിവസവും ഉച്ചക്ക് 2:30 മുതൽ 3:30 വരെ ഉറങ്ങാൻ സമയം കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ സമയം ടൈം കൃത്യാക്കിയിട്ട് ആ ടൈമിന് ഓരോന്നും. സയ്യിദുനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ഡയറി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആഴ്ചയിൽ, എല്ലാ ആഴ്ചയും ബഹുമാനപ്പെട്ടവർ ആ ഡയറി പരിശോധിക്കും. ശനിയാഴ്ചയിൽ ഞാൻ കൂടുതൽ സ്വർഗത്തിലേക്ക് അടുത്തോ നരകത്തിലേക്ക് അടുത്തോ, ഞായറാഴ്ചയിൽ ഞാൻ കൂടുതൽ സ്വർഗത്തിലേക്ക് അടുത്തോ നരകത്തിലേക്ക് അടുത്തോ, തിങ്കളാഴ്ചയിൽ ഞാൻ കൂടുതൽ സ്വർഗത്തിലേക്ക് അടുത്തോ നരകത്തിലേക്ക് അടുത്തോ, അധികവും അല്ലാഹു പൊരുത്തപ്പെടാത്തതോ പൊരുത്തപ്പെട്ടതോ, ആ കുറവുകൾ പരിഹരിക്കണം.
ആ കുറവുകൾ പരിഹരിക്കാൻ എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യം. തിരക്കിട്ട ജീവിതം, നമ്മുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും തിരക്കിട്ട ദിവസം, അന്ന് ഖുർആൻ ഓതാൻ എന്താ സമയം കിട്ടൂല ഉസ്താദ്? കിട്ടൂല. ഞാൻ സമയം പള്ളിയിലേക്ക് പോയി, പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ വേറെ അതും സംസാരിച്ചു വരണം. തീരെ ദിവസമില്ലാത്ത ഖുർആനോത്ത് ഖുൽ ഹുവല്ലാഹു ആയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, കാഴ്ചയിൽ അത് ചെറുതാണെങ്കിലും അത് തൗഹീദ് പഠിപ്പിക്കുന്ന അധ്യായമാണ്. മാത്രമല്ല അതിന്റെ പേര് ഇഖ്ലാസ്, മനസ്സിനെ നന്നാക്കുന്നത്. ഇഖ്ലാസ് നമ്മുടെ ആത്മാവിനെ സംശുദ്ധമാക്കുന്നത്. ഇഖ്ലാസ് അഹങ്കാരത്തിൽ നിന്ന്, അഹന്തയിൽ നിന്ന്, ലോകമാന്യത്തിൽ നിന്ന്, വിദ്വേഷം, വെറുപ്പ് പോലത്തെ ദുസ്വഭാവങ്ങളിൽ നിന്ന്, അഥവാ ഈമാനിന്റെ പ്രഭ കെടുത്തിക്കളയുന്ന എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്ന അധ്യായം എന്നാണ് അതിന്റെ പേര്, ഇഖ്ലാസ്. ആ അധ്യായം ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലമാണ്. 2 20 3 30 3 ഖുൽ ഹുവല്ലാഹുവിന്റെ ഓത്തിന് ഒരു ഖതം തീർത്ത പ്രതിഫലമാണ് മുഹമ്മദ് മുസ്തഫ. തബൂക്ക് യുദ്ധം മദീനയിൽ നിന്ന് 900 കിലോമീറ്റർ അകലെയാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധമുഖത്ത് നബിതങ്ങൾ തന്നെ യുദ്ധത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട യുദ്ധം. ആ യുദ്ധമുഖത്ത് നബിതങ്ങൾക്ക് ഒരു വാർത്ത കിട്ടും. എന്താണ് വാർത്ത? മദീനയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു സ്വഹാബി മരണപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റസൂലുള്ളാഹിയുടെ മാനസിക ടെൻഷൻ കണ്ടപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ തങ്ങൾക്ക് ആ ജനാസയിൽ പങ്കെടുക്കാൻ പോകണോ? നബി തങ്ങൾ അതേ. ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ റസൂലുള്ളാഹിനെ എടുത്തിട്ട് മദീനത്ത് കൊണ്ടു. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് നിസ്കാരത്തിൽ കാത്തുനിൽക്കുക. റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയുടെ ജനാസ സംസ്കരിച്ചു. യുദ്ധമുഖത്ത് നിന്ന് ഈ ജനാസ സംസ്കരണത്തിൽ സംബന്ധിക്കാൻ നബി തങ്ങൾ എത്തിയപ്പോൾ അത്ഭുതപ്പെട്ട സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ തങ്ങളും ഈ സ്വഹാബിയുമായി ഇത്ര ബന്ധം എന്താണാവോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മക്കളെ, എന്റെ വിശുദ്ധ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതുന്ന സ്വഹാബിയാണ് ഇദ്ദേഹം. ഏറ്റവും കൂടുതൽ ഖുൽ ഹുവല്ലാഹു ഓതുന്ന ആളാണ് ഇദ്ദേഹം. ബഹുമാനപ്പെട്ട മുആവിയത്തുൽ മുസ്നി റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു വർദ്ധിപ്പിക്കുന്ന സ്വഹാബിയാണ്. അതാണ് ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധമെന്ന് റസൂലുള്ളാഹി. യുദ്ധമുഖത്ത് നബി തങ്ങൾ ജനാസയിൽ സംബന്ധിക്കാൻ വന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്താ? ആ സൂറത്തിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മഹബ്ബതുക ഇയ്യാഹാ തുദ്ഖിലുകൽ ജന്ന. ഖുൽ ഹുവല്ലാഹുവിനെ നീ പ്രിയം വെച്ചോ, അത് നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. തീരെ നമുക്ക് സമയം ഇല്ലാത്ത അന്ന് ഒരു ഫാത്തിഹ, 3 ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത് കൂടി ചേർന്നാൽ എത്ര ആയത്താവും? ഫാത്തിഹ എത്ര ആയത്താ? 7. ഖുൽ ഹുവല്ലാഹു പണ്ട് സാക്ഷരതാ ക്ലാസ്സിൽ ജോൺ സാർ ചോദിച്ചു, ഒരു തേങ്ങക്ക് 3 രൂപ, അങ്ങനെയാണെങ്കിൽ 100 തേങ്ങക്ക് എത്രയാവുന്നു? അപ്പൊ നമ്മളെ മേന്മാരെയൊക്കെ പറഞ്ഞു, അത് തേങ്ങ കാണാതെ പറയാൻ പറ്റില്ല, മൂപ്പര് മറ്റേ കച്ചവടമാണ്, അതാ മൂപ്പര് അതിൽ അങ്ങോട്ടായ ഇരിക്കട്ടെ. അത് വിട്ടു നമ്മള് ആഖിറത്തിലേക്കുള്ള കണക്കൊന്നും നമ്മളെ കയ്യിലില്ല. യാസീൻ എത്ര? യാസീൻ എത്ര? 84 അല്ലേ? കൂടിയോ കുറഞ്ഞു? അൽ കഹ്ഫ് എത്ര? അങ്ങനെ ഏതെങ്കിലും ഒന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ. അതായത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ചെയ്യുന്നത് ചുരുക്കം കുറഞ്ഞ സംഗതി വെച്ച്, പക്ഷെ അത് ഏറ്റവും പ്രതിഫലം ഉള്ളത് നോക്കുക. ഫാത്തിഹ സൂറത്തിലെ 3 ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ 15 ആയത്തായി. 15 7 22 അല്ലേ? 15 7 22. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 5 6 11. 22 11 എത്രയായി? 33 അല്ലേ? ഈ 33 ആയത്ത് നമുക്ക് ഓതാൻ സാധിച്ചല്ലോ. സമയം വേണ്ട അതിന്, തീരെ സമയമില്ലാത്ത അന്ന് എപ്പോഴാണോ നമുക്ക് ഒരു നടത്താൻ 33 ആയത്ത് വലഭാഗത്തെ നിലയ്ക്ക് രേഖപ്പെടുത്തി. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഇഖ്റ കിതാബക, റിക്കാർഡ് വായിക്കണോ?
ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് റിക്കാർഡ് വായിക്കും. നിനക്ക് സ്വർഗം തരണോ, നിനക്ക് നരകം തരണോ, നിന്റെ ജീവിതം പറയട്ടെ. ആ ജീവിതത്തിന്റെ സാക്ഷി ഇതാ റിക്കാർഡ് വായിക്കുക. ആ റിക്കാർഡ് വായിക്കുമ്പോൾ എല്ലാ ദിവസവും 33 ആയത്ത്. ഓക്കെ, 33 ആയത്ത് ഇല്ലാത്ത ഒരു ദിവസം നമ്മളൊരു ശനിയാഴ്ചയും ഒരു ഞായറാഴ്ചയും ഒരു ദിവസവും ഇല്ല. 33 ആയത്ത് ഓൾറെഡി. ഒഴിവ് ദിവസം അതൊരു യാസീനാക്കി മാറ്റി. വെള്ളിയാഴ്ചയുടെ ഒഴിവ് ദിവസം അത് അൽക്കൽഫാക്കി മാറ്റി. വേറെ ഒരു ദിവസം നമുക്ക് എന്താണ് അതങ്ങനെ ഒരു തബാറക്കയാക്കി മാറ്റി. അങ്ങനെ നമ്മൾ ഒഴിവ് സമയങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഒരു ദിവസത്തിൽ നോക്കുമ്പോൾ യാസീനും കൂടി ഇതിലുണ്ടോ? യാസീനും കൂടി ഉണ്ടെങ്കിൽ യാസീൻ 83 ആയത്താണ്. 33 83 എത്രയായി? എല്ലാം ഇവിടുന്ന് തന്നെ പഠിക്കാൻ നിൽക്കണം, നാട്ടിൽ പോയി കണക്ക്. അപ്പോ 83 33 അങ്ങനെ. അപ്പോ നമ്മള് അൽക്കൽഫ് സൂറത്ത് 110 ആയത്തുകളാണ്. അപ്പൊ നമ്മൾ ഈ 33ന്റെ കൂടെ 110 ചേരുമ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ആയത്ത് എത്രയായി? ഇങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് ഖുർആൻ ഒന്ന് എടുത്തു നോക്കാത്ത ദിവസം ഉണ്ടാകരുത്. ഓതണ്ട പോട്ടെ. ഖുർആൻ ബിസ്മില്ലാ ഓതുവോട് കൂടെ ഖുർആൻ ഒന്ന് എടുത്തിട്ട് അവിടെ എന്തേ ഖുർആൻ പറയട്ടെ, പടച്ചോൻ ഇവൻ എന്നെ തൊട്ട് നോക്കാത്ത ഒരു ദിവസം അത് ഖുർആൻ ആഖിറത്തിൽ പറയട്ടെ. ഖുർആൻ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ സാക്ഷിയാണ്, അതിൽ യാതൊരു സംശയവും. ആഖിറത്തിൽ നമുക്കുള്ള സാക്ഷിയാണ് ഖുർആൻ. ആ ഖുർആൻ ഒന്ന് എടുത്തു ഓതാൻ തീരെ സമയമല്ല. അവിടെ വെച്ചിട്ട് സമയം ഉണ്ട് ഉള്ള അന്ന് എടുത്തിട്ട് വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു. നിങ്ങൾക്ക് ധൃതിയാണ് എന്ന് മനസ്സിലാക്കി ഖുർആനിൽ ധൃതി കൂടണം. ഒരായത്തെ ഓതുന്നുള്ളൂ, അത് ഖുർആനായിട്ട് ഓതും. ഒരായത്തെ ഓതുന്നുള്ളൂ, അത് ഖുർആനായിട്ട് ഓതും. കാരണം ചില ആളുകളെ ഖുർആൻ ഓത്ത് കേട്ടിട്ട് ഖുർആൻ അവനെ ശപിക്കും. പോടാ പറയാ ഖുർആൻ പറയാ ഖുർആൻ ഓത്തുകാരനെ ഖുർആൻ ശപിക്കാൻ വെച്ച് പോടാ. എന്തേ? നമ്മളെ ഓരോ ഭാഷയിലും അതിന്റെ അക്ഷരം, അതിന്റെ ശുദ്ധി, അതിന്റെ വിഷയങ്ങളൊക്കെ സൂക്ഷിച്ചു വേണം പറയാൻ. നമുക്ക് അറിയില്ലേ പറയണ്ട. അമാരിയാക്ക ഇംഗ്ലീഷ് പറയണ മാതിരി എന്തേ അമാരിയാക്ക അവിടെ പോയിട്ട് വേണം ഒന്ന് വെച്ചു. ഒന്നുമില്ല, ഞാൻ അവിടെ ചെന്നപ്പോഴത്തെ ചുറ്റുവേഷനൊന്നും അത്ര പറ്റില്ല. മൂപ്പര് ഇംഗ്ലീഷിൽ ഇങ്ങനെ ആൾക്കാരുടെ കൂടെ നടന്നതാണ്. അപ്പോ ആവശ്യമില്ലെങ്കിൽ പറയാൻ നിൽക്കാൻ നമുക്കൊരു പരിഹാസം വരുന്നില്ലേ ഒരാൾ സംസാരിക്കുമ്പോ? അത് എന്റെ മലപ്പുറത്തുള്ള ഒരാള് എങ്ങനെ നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ പറഞ്ഞു നോക്കാലും അത് ചിലപ്പോൾ മസീനയാവും. അതെന്താരെങ്കിലും അത് ചെറുപ്പത്തിലെ മേശം അങ്ങനെ പൂസിയിട്ട് അങ്ങനെ ആയതാണ്. അപ്പോ അത് ആ പശുവിനെ ഇങ്ങനെ തൊളിച്ചു നടക്കുമ്പോ അപ്പൊ ഇത് സ്വാഭാവികമാണ്. ഇന്നാള് ഞാൻ ഒരാളോട് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് പിന്നെ മൂപ്പരെ കാണാനില്ലാതെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടപ്പോ എന്റെ യൂസുഫ് നിന്നെപ്പോ കണ്ടിട്ട് കുറെ ആയല്ലോ. അത് ഉസ്താദെ ഞാനിപ്പോ എന്റെ ഭാഷയൊക്കെ ശരിയാട്ടെ, ഇത് തൃശ്ശൂരാണ്. അപ്പോ ജന്മനാ നമ്മൾ ഒരുപാട് വൈകല്യങ്ങൾ നമ്മൾ കേറിക്കൂടിയിട്ടുണ്ട്. അത് ഒരു കാര്യം തീർച്ചയാണ്. ഖുർആൻ ഓതുന്നയാളത്ത് എന്തിനാണ് തജ്വീദുൽ ഖുർആൻ, ഖുർആന്റെ അക്ഷരശുദ്ധി, അത് മാത്രം ഒരു വിഷയമാണ്. അതൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഖുർആൻ ഓതുന്നോ അഊദ് ഓതുന്ന അഊദായിരിക്കണം. അത് ഐനും കാര്യവും. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മക്കളെ, ഖുർആൻ ഓതാൻ നമ്മൾ ഇരിക്കുമ്പോൾ അത് ഖുർആനോതായി. എന്താ ഖുർആൻ ഓതാനിരിക്കുമ്പോൾ നമ്മൾ ഒന്നു ചെയ്തൊക്കെ റെഡിയാണ് അല്ലേ? ഖുർആൻ ഓതാനിരിക്കുന്ന ആൾ നല്ല വസ്ത്രം ധരിക്കാൻ, നജസും മറ്റൊന്നുമില്ല. എന്തെങ്കിലും ഒരു അത്രയോ മറ്റോ നല്ലതുണ്ടെങ്കിൽ അതൊന്ന് ശരീരത്തിൽ വരട്ടെ. ഖുർആൻ ഓതാനിരിക്കുമ്പോൾ കുറഞ്ഞതാവട്ടെ കൂടുതലാവട്ടെ ഖിബിലക്ക് തിരിഞ്ഞിരിക്കുക. തീരെ സമയല്ലേ ഖിബിലക്ക് തിരിഞ്ഞ് നിൽക്കുക. മനസ്സിലായോ? എന്നിട്ടോ മലക്കുകൾ അടുത്തു വന്നു. ഇനി നമ്മൾ എത്ര ആയത്ത് ഓതുന്നോ മലായിക്കത്തിന്റെ എണ്ണം കൂടി നമ്മൾ ഖുർആന്റെ സാന്നിധ്യം അങ്ങനെ ആ ഖുർആൻ അല്പം ഉയർത്തിപ്പെടുത്തി. എന്നിട്ട് ഖുർആൻ അക്ഷരശുദ്ധിയോട് കൂടെ പാരായണം ചെയ്യും. ആ പാരായണം ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഓത്തിനനുസരിച്ച് മലായിക്കത്തിന് ഇങ്ങനെ എന്താ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ ഖുർആൻ ഓതുന്ന മനുഷ്യന് വേണ്ടി ആ മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പേജ് ദിവസവും ഖുർആൻ ഓതാൻ. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളിൽ പലരുടെ ചരിത്രവും നോക്കിയാൽ അവരെങ്ങനെയാണ്, അവരെ മർത്തബ അങ്ങ് മാറിപ്പോയി. ഇവിടേക്ക് നമ്മൾ കടന്നിട്ട് കാര്യമില്ല. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കരിച്ച് ഇശാ ആവുമ്പോഴേക്ക് ഒരു ഖത്ത്, അസ്ർ നിസ്കരിച്ച് മഗ്രിബ് ആവുമ്പോഴേക്ക് വേറൊരു ഖത്ത്,
അങ്ങനെ ഖത്തം തീർക്കുന്ന ആളുകൾ. അത് അവരുടെ ലോകം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ അവസാനിപ്പിക്കാം. സംഘടനാ ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവ് ഒരുപാട് വർദ്ധിക്കും, നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് മാറ്റം പറ്റും, ഒരുപാട് മാറ്റം പറ്റും. കാരണം എന്താ, ഞാൻ എന്റെ ഓഫീസിലേക്ക് ഒരാൾ കയറി വന്നാൽ എഴുന്നേറ്റ് സൽക്കരിക്കാറില്ല, അവിടെ ഇരിക്കാൻ. ഞാൻ വേറെ ഒരു ഓഫീസിലേക്ക് കയറി ചെന്നപ്പോ എന്നേക്കാൾ എത്രയോ വലിയ പദവിയിലുള്ള അയാൾ എന്നെ കണ്ടപ്പോൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹം എന്നെ കൂട്ടി ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി. അയാൾ തന്നെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എനിക്ക് കൊണ്ടുതന്നു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ബോധം വന്നത്, ഇങ്ങനെയാണ് ആളെ സൽക്കരിക്കേണ്ടത്. നമ്മൾ ഈ കൂടിയിരിക്കുന്ന കൂട്ടത്തിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട്, വിവിധ കഴിവുകളുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ ഒരു 2 വർഷം 4 വർഷം 5 വർഷം നമ്മൾ വിവിധ കഴിവുള്ള ആളുകളെ കൂട്ടത്തിൽ ഇടപഴകുമ്പോൾ ആ ഇടപഴക്കത്തിൽ നമ്മുടെ സ്വഭാവം ഒരുപാട് നന്നാകും. നമുക്ക് ഒരുപാട് മാറ്ററുകൾ പുതിയത് കിട്ടും, ഒരുപാട് ബന്ധങ്ങൾ കിട്ടും. അങ്ങനെ ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയും. സംഘടനാ ബന്ധം എന്നത് ഒരു വല്ലാത്ത കുടുംബ ബന്ധമാണ്, മുറിച്ചാൽ മുറിയാത്തൊരു കുടുംബ ബന്ധം. ഈ ഈമാനികമായ കുടുംബത്തിൽ ഒരു കണ്ണിയാകാൻ ഭാഗ്യം ലഭിച്ചതിൽ ഏറെ നമ്മൾ സന്തോഷിക്കും, ഏറെ സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് കഴിയുന്നത്ര ടൈമിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു 24 മണിക്കൂറിനെ നമ്മൾ കാണുക. റിസാല അത് നമ്മുടെ മുഖപത്രം ആണ്. നാം പഠിക്കുന്ന കോളേജ്, നാം താമസിക്കുന്ന ഹോസ്റ്റൽ, അത് എല്ലാ സ്ഥലത്തും എത്തിയിരിക്കണം. ആദ്യമൊക്കെ നമ്മുടെ ഒരു കോപ്പി എല്ലാ സ്ഥലത്തും എത്തിക്കലായിക്കോട്ടെ, പിന്നീട് അവരൊക്കെ കോപ്പി എടുപ്പിക്കലാകും. ഇങ്ങനെ ഒരു ദിവസത്തിനൊരു ടൈം ടേബിൾ തയ്യാറാക്കി നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ നല്ല ഒരു മാറ്റം, നമ്മുടെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം, മാനസികാരോഗ്യം വർദ്ധിക്കും, ശാരീരികാരോഗ്യം വർദ്ധിക്കും, കൂട്ടുകാർ ഒരുപാട് നമുക്കുണ്ടാകും. അങ്ങനെയുള്ള നല്ല സമ്പാദ്യത്തോടുകൂടെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഫുർഖാനിലുള്ള അവസാനത്തെ ആയത്തുകളാണ്. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ആയത്തുകൾ തുടങ്ങുന്നത് തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ വ്യത്യാസപ്പെട്ടു വരുന്നത്, ഇങ്ങനെ തുടങ്ങിയിട്ട് അത് പറഞ്ഞ് തൗഹീദ് സ്ഥാപിച്ചിട്ട് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഓരോ സാമ്പത്തികമായ വിനിമയം, അതിന്റെ ഉപയോഗം, ചെലവ്, വരവ്, അങ്ങനെ കാര്യങ്ങൾ, ആരോഗ്യപരമായ സൂക്ഷ്മത, ശ്രദ്ധ, തഖ്വ പോലത്തെ കാര്യങ്ങൾ, ഇബാദത്ത് സംബന്ധമായ ഈമാനിക കാര്യങ്ങൾ, ജനങ്ങളുമായി ഇടപഴകേണ്ട കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ ഓരോന്നും പറഞ്ഞിട്ട് അവസാനം എല്ലാം ഒത്തിണങ്ങിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മുഖവിലക്കെടുക്കണോ? ആ ആയത്ത് അവസാനിക്കുന്നത് ഖുൽ മാ യഅബു ബികും റബ്ബീ ലൗലാ ദുആഉകും. അള്ളാഹുവിലേക്കുള്ള അകമഴിഞ്ഞ് ഹൃദയം അറിഞ്ഞ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഈമാനികാവേശത്തിൽ നിന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ മാത്രമേ അല്ലാഹു തആല കണക്കിലെടുക്കുകയുള്ളൂ. കാരണം ഏത് കാര്യങ്ങൾ ചെയ്താലും അത് സ്വീകരിക്കേണ്ടവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനോട് പറയണം, റബ്ബേ സ്വീകരിച്ചാലും ഖുൽ മാ യഅബു ബികും റബ്ബീ ലൗലാ ദുആഉകും. പ്രാർത്ഥിക്കുന്ന ജനങ്ങൾ ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ പ്രശ്നമാക്കുകയില്ല. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ശരീഫ് പണിതിട്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അതാ നിസ്കാരത്തിന്റെ ശേഷം, ഭക്ഷണത്തിന്റെ ശേഷം, ഖുത്ബക്ക് ശേഷം എല്ലാറ്റിന്റെ കൂടെയും ഒരു പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന മനസ്സ്, പ്രാർത്ഥിക്കുന്ന കഴിവുകൾ, അത് വലിയ വിലയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നാം നമ്മുടെ ആലിമീങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവനെ അല്ലാഹു തആല ചോദിച്ചതിനേക്കാൾ ഉത്തമമായതുമായ ഇത് രണ്ടും പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദോഷം അല്ലാഹു പുറത്തു കൊടുത്തു. പ്രാർത്ഥനയുടെ ഫലമായി ആഖിറത്തിൽ ഒരു പദവി അല്ലാഹു കൂട്ടിത്തരും. 4-1 തരാതെ പ്രാർത്ഥിക്കുന്ന കൈകൾ പൂജ്യമായി അല്ലാഹു മടക്കുകയില്ല. ഏത് നല്ല കാര്യത്തിന്റെ കൂടെയും ഒരു പ്രാർത്ഥന, അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.